ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. എന്നാൽ നമുക്ക് ഈ മീൻകറി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാട്ടാ. ഇനിയിപ്പോ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതിട്ടാ. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോഴേ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണോട്ടാ. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തീരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി തക്കാളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് പകുതിയാക്കി മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിക്ക് എന്തോരം ചാറ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ്. അപ്പോൾ ഒരു കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി എടുക്കുമ്പോഴേ നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പോ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് മാന്തൾ മീനാട്ടാ. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ കറി വെക്കാട്ടാ. മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോ മീനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി മീൻ കറി ആട്ടെ ഇത്. അപ്പോ എല്ലാവരും ഇതുപോലൊരു മീൻ കറി ഉണ്ടാക്കി നോക്കണോട്ടാ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടാ.